നമസ്കാരം. ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അങ്ങേയറ്റം സമഗ്രമായ പ്രധാനമായ ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. നമ്മുടെയൊക്കെ മനസ്സ്, കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് നിലമ്പൂരിനൊപ്പമാണ്. നിലമ്പൂരിൻ്റെ ഹൃദയത്തിൽ ആരാണ് ചേക്കേറുക, നിലമ്പൂരിൻ്റെ അടുത്ത MLA ആര് എന്നൊക്കെ വിധി എഴുതി തുടങ്ങിയിരിക്കുന്നു. നിലമ്പൂരിൻ്റെ ഹൃദയത്തിൽ ആര് കയറിയിരിക്കുന്നു എന്ന് അറിയാൻ തിങ്കളാഴ്ച വരെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും മഴ വില്ലനാകുമോ എന്ന ആശങ്കയാണ് ബാക്കി നിൽക്കുന്നത്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് കഴിഞ്ഞ മുൻപുള്ള തവണകളെ പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് നിലമ്പൂർ വിധി എഴുതും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. മഴയുണ്ട്. വടക്കൻ കേരളത്തിലൊക്കെ മഴ ശക്തമാണ്. ജാഗ്രത തുടരുക. പശ്ചിമേഷ്യ പഴയതുപോലെ തന്നെയാണ്. അശാന്തമായ ആ സാഹചര്യങ്ങൾ തുടരുന്നു. ഇപ്പോഴും ഒരു സമാധാന ചർച്ചകളുള്ള സാഹചര്യം എങ്ങും ഉരുത്തിരിയുന്നില്ല. അതിനിടെ തൻ്റെ ഭ്രാന്തൻ പുലമ്പലുകളുമായി ട്രംപ് ഇപ്പോഴും തുടരുകയാണ്, നിലപാടുകൾ എടുക്കുകയാണ് യുദ്ധത്തിന് അനുകൂലമായി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. നിലമ്പൂർ വിധി എഴുതി തുടങ്ങി. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. 263 പോളിംഗ് ബൂത്തുകളിൽ 14 പ്രശ്ന സാധ്യതാ ബൂത്തുകൾ. വോട്ടെണ്ണൽ തിങ്കളാഴ്ച. ഇറാനിൽ നിന്നും ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം ഡൽഹിയിലെത്തി. വിമാനത്തിലുള്ളത് 110 ഇന്ത്യക്കാർ. 90 പേരും ജമ്മുകശ്മീർ സ്വദേശികൾ. ഇറാനിലെ സ്ഥിതി അതീവ ഗുരുതരമെന്ന് വിദ്യാർത്ഥികൾ. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന് അയവില്ല. മധ്യസ്ഥതയ്ക്ക് തയ്യാറെന്ന് റഷ്യ. UN രക്ഷാസമിതിയുടെ അടിയന്തര യോഗം നാളെ. പാലക്കാട് മുണ്ടൂരിൽ ജീവനെടുത്ത് കാട്ടാന. മരിച്ചത് ഞാറക്കോട് സ്വദേശി കുമാരൻ. ആക്രമിച്ചത് പുലർച്ചെ 3:30 വീടിന് സമീപത്ത് വെച്ച്. വിഴിഞ്ഞം ഹാർബറിലേക്ക് എത്തുന്ന മത്സ്യയാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി പൊഴിമുഖം. പൊഴിമുഖത്തെ വൻ തിരമാലകൾ തുടർച്ചയായ അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഡ്രഡ്ജിംഗ് നടത്തി മണൽ നീക്കം ചെയ്യണമെന്ന് മത്സ്യത്തൊഴിലാളികൾ. അമൃത ന്യൂസ് പരമ്പര കണ്ണീർ കടലോരം. നിലമ്പൂർ വിധി എഴുതി തുടങ്ങി. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 263 പോളിംഗ് ബൂത്തുകളിൽ 14 പ്രശ്ന സാധ്യത ബൂത്തുകളാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, 2 ആഴ്ചയിലേറെ നീണ്ടുനിന്ന കൊടികെട്ടിയ പൊടിപൂരമായ നമുക്ക് ദൃശ്യങ്ങളാണ്. വോട്ടെടുപ്പ് M സ്വരാജ് അടക്കം നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് വീഡിയോകളിൽ കാണാൻ സാധിക്കുന്നത്. പ്രശാന്തിലേക്കാണ്. പ്രശാന്ത്, വളരെ ശക്തമായി പറഞ്ഞ പോലെ ആവേശം അങ്ങേയറ്റം എത്തി നിൽക്കുന്ന പ്രചാരണങ്ങൾക്കും വാശികൾക്കും ഒക്കെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി തന്നെയാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ മുന്നണികളെല്ലാം കാണുന്നത്. LDF UDF നേരിട്ടുള്ള പോരാട്ടമാണെന്ന് നമുക്കൊരു പരിധിവരെ പറഞ്ഞു വെക്കാനാകും. എങ്കിൽ കൂടിയും ഇപ്പോൾ പ്രശാന്ത് എവിടെയാണ് നിൽക്കുന്നത്? ഈ വോട്ടെടുപ്പ് തുടങ്ങിയ ഈ നിമിഷത്തിൽ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അവിടുത്തെ ഒരു ചിത്രം എങ്ങനെയാണ്? മഴ വെല്ലുവിളിയാകുമെന്ന ഒരു പേടിയുണ്ടോ? ഞാനിപ്പോൾ ഉള്ളത് മാങ്കൂത്ത് LP സ്കൂളാണ്. മുതീരി എന്ന് പറയുന്ന ബൂത്താണ്. ഈ ബൂത്തിലാണ് ഇപ്പോൾ M സ്വരാജ് വോട്ട് ചെയ്യാനായി ഉള്ളത്. ഇവിടെ ഇപ്പോൾ M സ്വരാജ് ക്യൂവിൽ അത്രയധികം രാവിലെ തന്നെ നിരവധി ആളുകളാണ് വോട്ട് രേഖപ്പെടുത്താനായി ഈ ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് ഒരു ബൂത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ, അതായത് മുതീരി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു ഭാഗം 1, 2 എന്ന് പറയുന്ന ബൂത്തിലെ അവിടെയാണ് സ്വരാജ് ബൂത്ത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും സമാനമായി തന്നെ വലിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സ്വാഭാവികമായി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തുടക്കത്തിൽ ഒരു മഴയുണ്ടായിരുന്നു. ഇപ്പോഴും ആ മഴയുടെ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ എന്നാലും വലിയ രീതിയിൽ ജനങ്ങൾ, ഈ മഴ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈകിട്ട് ശക്തമായ മഴയുണ്ടായതുകൊണ്ടായിരിക്കണം നിരവധി ആളുകളാണ് രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. സ്വരാജ് അച്ഛനൊപ്പമാണ് വോട്ട് ചെയ്യാനായി എത്തിയിട്ടുള്ളത്. അച്ഛൻ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് വലിയ സന്തോഷമുണ്ട്, കാരണം മകന് വോട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അതിൽ വേറെ മറിച്ചൊരു അത്ഭുതമോ കാര്യങ്ങളോ ഒന്നുമില്ല, അതിൽ വലിയ പുതുമയൊന്നുമില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം സാധാരണഗതിയിൽ രാവിലെ ഇവിടെ വരുന്നു, അത്തരമൊരു വികാരം മാത്രമാണ് ഇപ്പോഴും മനസ്സിലുള്ളത്. അതിനപ്പുറത്തേക്ക് മകൻ സ്ഥാനാർത്ഥിയാണ്, മകൻ വോട്ട് ചെയ്യാൻ കഴിയുന്നു എന്നൊരു അഭിമാനം, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിനുശേഷം വോട്ട് ചെയ്തതിനു ശേഷം സ്വരാജിൻ്റെ എന്തായാലും പ്രതികരണം ഉണ്ടാകും. സ്വരാജ് ഇതിനുശേഷം മറ്റ് ബൂത്തുകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ പോകും എന്നുള്ളത്, വോട്ടർമാരെ കാണുന്നതിനൊക്കെ ആയിട്ട് തന്നെ പോകും, ബൂത്തുകൾ സന്ദർശിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ ആര്യാടൻ ഷൗക്കത്ത് അല്പസമയത്ത് ആര്യാടൻ ഷൗക്കത്തും മറ്റൊരു ബൂത്തിൽ 2 സ്ഥാനാർത്ഥി, അതായത് നേരത്തെ സ്വപ്നം സൂചിപ്പിച്ച പോലെ LDF UDF നേരിട്ട് ഏറ്റുമുട്ടിയ ഒരു സ്ഥലമാണ്. സ്വാഭാവികമായും അവിടെ ഇനി നിർണായകമാകുന്നത് എന്താകും എന്നുള്ളതാണ്. 2,32,381 വോട്ടർമാരാണ് തെരഞ്ഞെടുപ്പിൽ
ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആരാണ് നിലമ്പൂരിൻ്റെ അടുത്ത MLA എന്ന് തീരുമാനിക്കുന്നത്. അതിൽ സ്വരാജും ഒപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തുമുണ്ട്. അതോടൊപ്പം തന്നെയാണ് PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥി നിലമ്പൂരിൽ തന്നെയുള്ള, അതായത് ടൗണിൽ തന്നെയുള്ള വീട്ടിക്കുത്ത് ഗവൺമെൻറ് LP സ്കൂളിലെ 184 നമ്പർ ബൂത്തിലാണ് ഷൗക്കത്ത് വോട്ട് രേഖപ്പെടുത്തുക. അദ്ദേഹത്തിനൊപ്പം കുടുംബാംഗങ്ങളും ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. PV അൻവറിന് ഏതായാലും ഇവിടെ വോട്ടിലായി. അൻവർ പക്ഷേ രാവിലെ ഇവിടേക്ക് വോട്ടർമാരെ കാണുന്നതിൽ പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കാൻ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥിക്കും ഇവിടെ തന്നെയാണ്. BJP സ്ഥാനാർത്ഥി 10 മണിക്ക് വോട്ട് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് 10 മണിക്ക് കുടുംബത്തോടൊപ്പം ചുങ്കത്തറയിലുള്ള മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി ഇതിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോയാൽ നമുക്കറിയാം, കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇവിടെ ഞാൻ അതിലേക്കൊക്കെ ഒന്ന് മടങ്ങിയെത്താം. ഇപ്പോൾ നിലമ്പൂർ ഐഷ അവർ മുക്കട്ട LPSൽ വോട്ട് രേഖപ്പെടുത്തിയ മടങ്ങിയ വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞാൻ ഇതിൻ്റെ ഒരു നിലമ്പൂരിലെ രാഷ്ട്രീയ മനസ്സ് എങ്ങനെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കൊന്ന് കാണാം. മുക്കട്ട LPSൽ നിലമ്പൂർ ഐഷ വോട്ട് ചെയ്യാൻ എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രശാന്ത്, കേൾക്കാമെങ്കിൽ നിലമ്പൂർ ഐഷയുടെ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ നിലപാട് ഏറെ ശ്രദ്ധേയമായിരുന്നു. ഒരുപക്ഷെ PV അൻവർ ആദ്യം വിപ്ലവ വനിതയെന്നൊക്കെ വിശേഷിപ്പിക്കുകയും എന്നാൽ അവർ കൃത്യമായി സ്വരാജിനോടൊപ്പമാണ് എന്ന നിലപാട് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലടക്കം തെരഞ്ഞെടുപ്പ് വേദികളിലടക്കം എത്തി പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. സ്വപ്ന, ഇതിൻ്റെ ഒരു തുടക്കത്തിൽ നിലമ്പൂർ ആയിഷ നേരത്തെ, അതായത് പല വിഷയങ്ങളിലും PV അൻവറിനോടൊക്കെ തന്നെ ചേർന്ന് നിന്നു. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട കാര്യം, അൻവർ ആ സമയത്തൊക്കെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ ഭാഗമായി നിൽക്കുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോയത്. പിന്നീട് അൻവർ തിരിഞ്ഞതോടുകൂടി തന്നെ ഇത്തരം ആളുകൾ, അതായത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്നതുകൊണ്ട് മാത്രം അൻവറിനടക്കം പിന്തുണച്ച പലരും CPMൻ്റെ തനതായ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ നിലമ്പൂർ ആയിഷ മുക്കട്ട ബൂത്ത് നമ്പർ 193 ആ സ്കൂളിലാണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നിലമ്പൂർ ആയിഷ അടക്കമുള്ള ആളുകൾ ഇതേ നിലപാട് സ്വീകരിക്കുമ്പോൾ നാട്ടിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ, അതിനു മുൻപ് 2016 വലിയ ഭൂരിപക്ഷത്തിൽ അൻവർ ജയിച്ചു കയറിയ സ്ഥലമാണ്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് അൻവറിൻ്റെ പോളിംഗ് അല്ലെങ്കിൽ ഭൂരിപക്ഷം കുറയുന്നത് നമ്മൾ കണ്ടതാണ്. 2700 എന്ന നിലയിലേക്ക് മാത്രം ഭൂരിപക്ഷം എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവിടെ, അതായത് ഒരു അട്ടിമറിക്ക് സാധ്യതയുള്ള സ്ഥലമാണ്. അല്ലെങ്കിൽ കയ്യിലിരുന്ന മണ്ഡലം പോയത് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാവുന്നൊരു നീക്കം UDFൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ തീർച്ചയായും അത്തരം അട്ടിമറികളെ അല്ലെങ്കിൽ അടിയൊഴുക്കുകളെ തന്നെയാണ് ഈ മുന്നണികളെല്ലാം ഭയക്കുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിലമ്പൂരിൻ്റെ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ അതിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ അവിടുത്തെ രാഷ്ട്രീയത്തിൽ നടന്ന ആ മാറ്റങ്ങൾ അങ്ങേയറ്റം കൗതുകമുണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. ഈ പറഞ്ഞതുപോലെ ആര്യാടൻ ഷൗക്കത്തിനെ ആദ്യം പ്രഖ്യാപിച്ച് ഒരു മുൻകൈയൊക്കെ UDF നേടി ഒരു നിലമ്പൂരിൽ ജയിക്കുമെന്ന ഒരു ഉറച്ച വിശ്വാസം തന്നെ നേടിയെടുത്തുവെങ്കിലും അൻവറിൻ്റെ ആ തിരിഞ്ഞുനിൽപ്പ്, അൻവറിൻ്റെ ആ നിലപാടുകൾ കല്ലുകടിയായി മാറുന്നു. പിന്നീട് സ്വരാജ് എന്ന അപ്രതീക്ഷിത സ്ഥാനം, സ്വരാജ് വരുമോ ഇല്ലയോ എന്നറിയില്ല, അങ്ങനെ ഒരു സാഹചര്യപ്പോൾ സ്വരാജ് സ്ഥാനാർത്ഥിയെ വരുന്നു. സ്ഥാനാർത്ഥി വേണമോ വേണ്ടയോ എന്ന ആശങ്കയിലായിരുന്നു BJP. ഒടുവിൽ മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഈ നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിന് അതുമായി ബന്ധപ്പെട്ടുണ്ടായ ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചർച്ചകളൊക്കെ അങ്ങേയറ്റം കൗതുകമുണ്ടാക്കുന്നതായിരുന്നു. സ്വപ്ന, അത്തരം കാര്യങ്ങൾ കൂടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കിയത്. കാരണം അൻവറിനെ കൂടെ നിർത്താൻ എല്ലാ ശ്രമങ്ങളും UDFൻ്റെ ഭാഗത്തുണ്ടായി. കാരണം സർക്കാർ വിരുദ്ധ, പിണറായി വിരുദ്ധ വോട്ടുകൾ പോകരുത് എന്നുള്ളതായിരുന്നു UDF ആ ഘട്ടത്തിലെല്ലാം തന്നെ തീരുമാനിച്ചത്. പക്ഷേ അൻവർ ഒരു വിലപേശലിലേക്ക്, ഭീഷണിയിലേക്കൊക്കെ തന്നെ പോയപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം വളരെ കൃത്യമായി നിലപാടെടുക്കുകയും ഒരു തരത്തിലും അങ്ങനെയുള്ള ആളുകളെ മുന്നണിയിലേക്ക് എത്തിക്കാൻ കഴിയില്ല നിലപാടെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അൻവർ സ്വതന്ത്രനായെത്തുന്ന തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് വരുന്നു. പക്ഷേ തൃണമൂലിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രിക കൊടുത്തതിലുണ്ടായ പിശകുകൾ മൂലം സ്വതന്ത്രനായി മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴും അൻവർ ഇപ്പോഴും പറയുന്നത്, അൻവർ നമ്മൾ കണ്ടതാണ് പ്രചരണം, കാടടച്ചുള്ള ഒരു പ്രചരണം ഒരു ഘട്ടത്തിലും അൻവർ മുന്നോട്ട് വെച്ചില്ല. പക്ഷേ അൻവർ ഇപ്പോഴും പറയുന്നത് വലിയ രീതിയിൽ തനിക്ക് വോട്ട് ലഭിക്കുമെന്ന് തന്നെയാണ്, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. 2ാം സ്ഥാനത്തേക്ക് UDF, 3ാം സ്ഥാനത്തേക്ക് LDF എന്നൊക്കെ തന്നെയാണ് അൻവർ പറയുന്നത്. അതേസമയം തന്നെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതിനു മുമ്പുള്ള എല്ലാ തെരഞ്ഞെടുപ്പും നമ്മൾ കണ്ടിട്ടുണ്ടാവും UDFൻ്റെ അകത്തൊരു തർക്കം, ഒപ്പം തന്നെ ഐക്യമില്ലായ്മയുണ്ട്. പക്ഷേ നിലമ്പൂരിൽ ഒറ്റക്കെട്ടായി UDF നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ അത് വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റമുണ്ടാകാൻ പോകുന്നു എന്ന ചിത്രം അല്ലെങ്കിൽ ചിന്താഗതി ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ കഴിയും. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഈ ജയം UDFനെ സംബന്ധിച്ച ഏറ്റവും നിർണായകമാണ്. കാരണം ഇനിയൊരു തിരിച്ചുപോക്ക് വളരെ പ്രയാസമായിരിക്കും. ഇവിടെ തോറ്റാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരായി വികാരമില്ലെന്നും ഭരണവിരുദ്ധ വികാരമില്ലെന്നും വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായിക്കും ഒപ്പം തന്നെ CPMനും LDFനും. ഞാനൊന്ന് ഇടപെട്ട വർഷയിലേക്ക് പോവുകയാണ്. വർഷ വീട്ടിക്കൊത്ത ഗവൺമെൻറ് LP സ്കൂളിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ നൽകുന്നത്. ആര്യാടൻ
ആര്യാടൻ ഷൗക്കത്ത് അവിടെ വോട്ട് ചെയ്യാൻ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. വർഷ, എപ്പോഴാണ് ആര്യാടൻ ഷൗക്കത്ത് അവിടെ വോട്ട് ചെയ്യാൻ എത്തുന്നത്? അവിടുത്തെ ഒരു രാവിലെയുള്ള കാഴ്ചകൾ എങ്ങനെയാണ്? ഇപ്പോൾ പ്രശാന്ത് നിൽക്കുന്നിടത്ത് നമുക്കറിയാം നല്ലൊരു ക്യൂ കാണുന്നുണ്ട്. അതിരാവിലെ തന്നെ ആദ്യം തന്നെ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നതിനുള്ള അത് കാണുമ്പോൾ നമുക്കൊരു ഒരു പ്രതീക്ഷയാണ്. വോട്ടിംഗ് ശതമാനം ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേക്കാൾ കടക്കുമോ എന്നതടക്കമുള്ള. എങ്ങനെയാണ് വർഷ നിൽക്കുന്നിടത്ത് ചിത്രം? സ്വപ്ന, ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂർ നഗരസഭയിലെ വീട്ടിക്കുത്ത് ഗവൺമെൻറ് LP സ്കൂളിലാണ്. ഇവിടെ രാവിലെ 6 മണിക്ക് മുതൽ തന്നെ ആളുകൾ എത്തിയിരുന്നു. എന്നാൽ വലിയ രീതിയിലുള്ള തിരക്കൊന്നും ഇവിടെ അനുഭവമില്ല. പക്ഷേ അതിരാവിലെ തന്നെ ആളുകൾ എത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്പർ ബൂത്തിലാണ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തും കുടുംബവും വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നത്. അവർ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും. 7 മണിയോട് കൂടി എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ 7:10 അതുകൊണ്ട് തന്നെ അവർ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും ഈ ഇത്ര ദിവസത്തെ പ്രചരണത്തിനൊടുവിൽ വലിയ ആവേശത്തിലാണ് നിലമ്പൂർ. എന്തായാലും ആ ഒരു ആവേശം ബൂത്തുകളിലെല്ലാം കാണാം. ഇവിടെ 7 മണി കൃത്യത്തിന് തന്നെ ബൂത്തിൽ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇനി ആര്യാടൻ ഷൗക്കത്ത് കൂടി എത്തുന്നതോടെ ഇവിടെ ആവേശം കൂടുതൽ ഇരട്ടിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രാവിലെ തന്നെ ജോലിക്ക് പോകേണ്ടവർ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിരാവിലെ 6 മണിക്ക് തന്നെ ക്യൂവിൽ ആളുണ്ടായിരുന്നു. എന്നാൽ വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഇവിടെ അല്പം മഴയുണ്ട് എന്നുള്ളതാണ്. മഴ പ്രതിസന്ധിയാകുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. കാരണം ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ സാധാരണ ഉപതെരഞ്ഞെടുപ്പിന് പോളിംഗ് ശതമാനം അല്പമെങ്കിലും കുറയാറുണ്ട്. അത്തരം പ്രതിസന്ധിയാകുമ്പോൾ അത് എത്രമാത്രം കുറയുള്ളൊരു ആശങ്ക കൂടി മുന്നണികൾക്കുണ്ട്. കാരണം അത്ര കാടടച്ചുള്ളൊരു പ്രചരണമാണ് ഇവിടെ നടന്നത്. മുന്നണികളെല്ലാം വലിയ പ്രതീക്ഷയിലാണ്. ഈ ഭരണവിരുദ്ധ വികാരമാണ് പ്രധാനമായും UDF മുന്നോട്ട് വെച്ചത്. അത്തരമൊരു സാഹചര്യത്തിൽ ആളുകളെ കൂടുതൽ ബൂത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ സംബന്ധിച്ചത് വലിയ വെല്ലുവിളിയാകും. അതുകൊണ്ട് തന്നെ ഈ മുന്നണികളെല്ലാം വലിയ ആളുകളെ കൂടുതൽ ബൂത്തിലെത്തിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഈ കുടുംബത്തോടൊപ്പം ഇവിടെ വോട്ട് രേഖപ്പെടുത്താനെത്തും. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് നിലമ്പൂർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം നിലമ്പൂർ മുനിസിപ്പാലിറ്റി PV അൻവറിനോടൊപ്പം നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ്. കാരണം 2016 കൈവിട്ടു പോയ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് UDFനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നതാണ് LDFന്. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും ഒരു അഭിമാന പോരാട്ടം തന്നെയാണ് നിലമ്പൂരിൽ നടക്കുന്നത്. അതിനാണ് ഇന്ന് വിധി എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നെഞ്ചിടിപ്പോട് കൂടിയാണ് മുന്നണികളെല്ലാം പ്രവർത്തിക്കുന്നത്. തീർച്ചയായും നെഞ്ചിടിപ്പോട് കൂടി തന്നെയാണ് മുന്നണികളെല്ലാം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ, അതായത് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പ്രശാന്ത്, ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാത്തതായി ഒന്നും ഇതില്ല. ഈ പറഞ്ഞതുപോലെ ഏറ്റവും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളടക്കം നമ്മൾ കണ്ടതാണ്. MV ഗോവിന്ദൻ്റെ പ്രസ്താവനയടക്കം ഏത് രീതിയിൽ അതിനെ ഒരു വിവാദത്തിലേക്ക് അല്ലെങ്കിൽ അത് ഒരു വോട്ടായി മാറ്റാൻ ഏത് രീതിയിൽ സാധിക്കുമെന്ന മുന്നണികളടക്കം എല്ലാവരും അത് എടുത്ത് ആയുധമാക്കി പ്രയോഗിച്ചത്. PV അൻവർ എന്ന ഘടകത്തെ അടക്കം ഏത് രീതിയിലാണ് ഇരു മുന്നണികളും ഭയക്കുന്നത്? സ്വപ്ന, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് PV അൻവർ നടത്തിയ ഇടതുപക്ഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കും നിലമ്പൂരിൽ ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ അവിടെ നിന്നൊക്കെ കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും സ്വപ്ന സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വിഷയവും, അതായത് നിലമ്പൂർ തൊടാതെ ഒരു വിഷയം പോയില്ലെന്ന് തന്നെ പറയേണ്ടി വരും. ദേശീയ രാഷ്ട്രീയം, ഒപ്പം തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയം, മത സാമുദായിക സംവിധാനങ്ങൾ, ഇതൊക്കെ ചർച്ചയായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം അടക്കം ഉയർത്തിയായിരുന്നു ഇത്തരത്തിൽ UDFന്റെ പ്രചരണം മുന്നോട്ട് പോയത്. അതിനിടയിലാണ് UDFന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകുന്നത്. അതോടുകൂടി തന്നെ LDFന് അടിക്കാനുള്ള ഒരു വടി എന്ന തരത്തിൽ അവരത് കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തേക്ക് വന്നു. മാത്രമല്ല BJPയും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ആ നിലപാട് വ്യക്തമാക്കുന്ന ഒരു ആവശ്യം അവരും മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം. അതിന് ഏറ്റവും ഒടുവിലാണ്, സാധാരണ നമുക്കറിയാവുന്നതാണ്, ഇതിന് മുമ്പുള്ളൊരു തെരഞ്ഞെടുപ്പിൽ EP ജയരാജൻ്റെ ഒരു വാക്കിൽ വന്ന പിഴവ് അല്ലെങ്കിൽ അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. അത് എത്രത്തോളം ഡാമേജാണ് ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെന്നും അതിനുശേഷം EP ജയരാജൻ്റെ ഭാവിക്ക് പോലും എത്രത്തോളം ഡാമേജ് ഉണ്ടാക്കിയെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. സമാനമായൊരു പ്രതികരണമായിരുന്നു MV ഗോവിന്ദൻ്റെ ഭാഗത്തുണ്ടായത്. അതിന് പക്ഷേ മറ്റൊരു തരത്തിൽ CPM അതിൻ്റെ പ്രതിരോധം തീർത്തു എന്നുള്ളതുകൂടി എടുത്തു പറയേണ്ടത്. പക്ഷേ അത്തരം സാഹചര്യങ്ങൾ പക്ഷേ വളരെ കൃത്യമായി UDF പ്രചരിപ്പിക്കുന്നുണ്ട്. കാരണം UDFൻ്റെ ക്യാമ്പിൽ നിന്നൊക്കെ ഇറങ്ങുന്ന പോസ്റ്ററുകളൊക്കെ തന്നെ വളരെ കൃത്യമായി ഇത്തരം സാഹചര്യങ്ങൾ ആരാണ് പറഞ്ഞത്, ഇങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള
ഒരു പ്രചരണം UDFിൻ്റെ ക്യാമ്പിൽ നടക്കുക. അതിന് മറുവശത്തും വലിയ രീതിയിലുള്ള പ്രചരണമുണ്ട്. കാരണം മലപ്പുറം ജില്ലാ രൂപീകരണ സമയത്തൊക്കെ തന്നെ പ്രതിഷേധം ഉയർത്തുകയും അതിനെതിരെ ശക്തമായി സമരം നടത്തുകയൊക്കെ ചെയ്തതാണ് ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പറയുകയൊക്കെ ചെയ്തത്. ഏതായാലും അതിശക്തമായ മത്സരമാണ്. അതിലിപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ എടുത്തു എന്നുള്ളതാണ്. നിലമ്പൂരിനെ സംബന്ധിച്ച് നിലമ്പൂരിൻ്റെ ബൈപ്പാസിലെ പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യങ്ങളുടെ കേന്ദ്രങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രാദേശിക റോഡുകളുടെ അടക്കം തന്നെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഗവൺമെൻറ് കോളേജിന് സ്ഥലമില്ലാത്ത വിഷയം, ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ വളരെ കൃത്യമായി തന്നെ, അതായത് സാധാരണ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. ഇതിനപ്പം എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനെതിരായ ഒരു വികാരം ഉയർത്തിക്കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ UDFിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് പ്രാദേശിക വിഷയത്തിനപ്പുറത്തേക്ക് നിലവിലെ സംസ്ഥാനത്തെ വിലക്കയറ്റമടക്കമുള്ള വിഷയങ്ങൾ അങ്ങനെ തീർച്ചയായും പ്രശാന്ത്, ഈ ഘടകങ്ങളെല്ലാം എങ്ങനെ വോട്ടായി മാറും എന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. പക്ഷേ ഇതിനിടയ്ക്കും നമുക്കറിയേണ്ട മറ്റു ചില വാർത്തകളുണ്ട്. ഇന്ന് സംഭവിച്ച ചില നിർഭാഗ്യകരമായ സംഭവങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ഒരു ജീവൻ കൂടി എടുത്തിരിക്കുന്നു എന്ന വാർത്ത രാവിലെ പുറത്തു വരുന്നു. ഞാറക്കോട് സ്വദേശി കുമാരനാണ് മരിച്ചത്. 61 വയസ്സായിരുന്നു. പുലർച്ചെ 3:30യോടെയാണ് ഈ ആക്രമണം ഉണ്ടായത്. അതും വീടിന് സമീപത്ത് വെച്ച് തന്നെ. അപ്പോൾ ആ ആന വീടിനടുത്ത് തന്നെ എത്തിയെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാട്ടാന ഇപ്പോൾ ജനവാസ മേഖലയിൽ തുടരുന്നത് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടാക്കുന്നു. സമാനമായ ആക്രമണത്തിൽ കഴിഞ്ഞ ഏപ്രിലും ഇതുപോലെ മുണ്ടൂരിൽ ഒരാൾ മരിച്ചിരുന്നു. എന്തായാലും മൃതദേഹവുമായി നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. കളക്ടർ എത്തണമെന്ന ശക്തമായ ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. നമ്മൾ എത്രയൊക്കെ നടപടികൾ എടുത്തിട്ടും ഈ കാട്ടാന ആക്രമണം അടക്കമുള്ള വന്യജീവി ആക്രമണങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ സാധിക്കാത്തത് വളരെ നിർഭാഗ്യകരമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ മത്സ്യത്തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞം ഹാർബറിലൊക്കെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒന്നോ രണ്ടോ ഘടകങ്ങളൊന്നുമല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഹാർബറിലേക്ക് എത്തുന്ന പൊഴിമുഖത്തെ ഭാഗം. പൊഴിമുഖത്ത് കൂടുതലായി മണൽ അടിഞ്ഞുകൂടുന്നു. അതുകൊണ്ട് ഈ വലിയ തിരമാലകളാണ് ആ സ്ഥലത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വള്ളം എടുക്കുമ്പോഴും അല്ലെങ്കിൽ കടലിലേക്ക് ഇറക്കുമ്പോഴുമൊക്കെ വലിയ രീതിയിലുള്ള അപകടങ്ങൾക്കും ഈ ഒരു സ്ഥിതി കാരണമാകുന്നുണ്ട്. ഡ്രഡ്ജിംഗ് ഒക്കെ നടത്തി ആ പൊഴിമുഖത്തെ മണൽ നീക്കം ചെയ്യണമെന്ന് വളരെ കാലമായി മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. പക്ഷേ അത് എങ്ങുമെത്താതെ നിൽക്കുന്നു എന്നാണ് അവരുടെ പരാതി. ദിനവും ആയിരക്കണക്കിന് മത്സ്യയാനങ്ങൾ എത്തുന്ന സംസ്ഥാനത്തെ പ്രധാന ഹാർബറുകളിലൊന്നാണ് വിഴിഞ്ഞം ഹാർബർ. ഇവിടേക്കെത്തുന്ന വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും വലിയ വെല്ലുവിളിയാണ് അഴിമുഖത്ത് അടിഞ്ഞുകൂടുന്ന മണൽ സൃഷ്ടിക്കുന്നത്. വലിയ തിരമാലയിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളും മത്സ്യബന്ധനത്തിന് ശേഷം തിരികെ എത്തുന്ന ബോട്ടുകളും അപകടത്തിൽപ്പെടുകയാണ്. ഏത് ഹാർബറിനേക്കാളും സുരക്ഷിതമായിട്ട് എത്താൻ പറ്റുന്നതാണ് നമ്മുടെ ഈ വിഴിഞ്ഞം ഹാർബർ. പക്ഷേ ഈ സീപോർട്ട് വന്നതിന് ശേഷം അതിന് പുലിമുട്ട് അങ്ങോട്ട് നീങ്ങിയതിന് ശേഷം ഈ മണൽ മൗത്തിൽ അടിയുന്നുണ്ട്. അപ്പോൾ അടിയുന്ന കാരണം ആഴം കുറഞ്ഞ് അപ്പോൾ അത് തീരത്തടിക്കുന്ന പോലെ തിര അവിടെ അടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഉൾക്കടലിൽ പോയി വരുന്നവർ രക്ഷപ്പെട്ട് അവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ തിരിച്ചു കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോകുന്നു. അപ്പം ഭയങ്കരമായ റിസ്ക്കാണ് അവർക്ക് സംഭവിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് ശേഷമാണ് അപകടങ്ങൾ വർദ്ധിച്ചതെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. അഴിമുഖത്ത് വലിയ ഡ്രഡ്ജറുകൾ എത്തിച്ച് ഡ്രഡ്ജിംഗ് നടത്തുകയാണ് ഏക പോംവഴി. നേരത്തെ പറഞ്ഞതുപോലെ ആ പുലിമുട്ട് കെട്ടിയതിന് ശേഷം അങ്ങോട്ട് പോകേണ്ട ഒരു വശം മണലില്ല, ഒഴുക്ക് കുറയുകയും മണൽ അവിടെ തന്നെ അടിഞ്ഞുകൂടുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സമ്പ്രദായത്തിൽ നിന്ന് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വേണ്ടി ഈ ഡ്രഡ്ജിങ് നടത്തി പരിഹരിക്കുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ പേടിയില്ലാതെ തന്നെ നമുക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റും. 77 ലക്ഷം രൂപയുടെ ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ അവർക്ക് നിശ്ചിത ദൂരം വരെ ചെയ്യാനുള്ള കപ്പാസിറ്റി അവരുടെ എഞ്ചിനുള്ളൂ. ഈ ഭാഗത്താണ് തന്നിരിക്കുന്നത്. ആ കിടക്കുന്നതാണ് ആ ഡ്രഡ്ജിങ് മെഷീനുമായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ കിടക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ ഉള്ളിൽ പോയി മൗത്തിൽ പോയി അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഫണ്ട് തന്നെ അനുവദിച്ച് കൊടുക്കണം. പൊഴിമുഖത്തെ മണൽ നീക്കുന്നതിൽ താമസം നേരിട്ടാൽ മുതലപ്പൊഴിയേക്കാൾ വലിയ പ്രതിസന്ധിയാകും ഉണ്ടാകാൻ പോകുന്നതെന്നും മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകുന്നു. മുതലപ്പൊഴിയിലേതുപോലെ വിഴിഞ്ഞം ഹാർബറിലേക്ക് മത്സ്യത്തൊഴിലാളികൾ എത്തുന്ന പൊഴിമുഖത്തെ മണൽ ഡ്രഡ്ജ് ചെയ്ത് നീക്കം ചെയ്യണം എന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. നിരവധി അപകടങ്ങളാണ് ഇതുമൂലം ഇവിടെ ഉണ്ടാകുന്നത്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.
സംസ്ഥാനത്തെ മത്സ്യമേഖല ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഈ കണ്ണീർ കടലോരം എന്ന് പറയുന്ന ഈ അന്വേഷണ പരമ്പരയിലൂടെ പുറത്തുവിടുന്നത്. സമാനമായി ഇപ്പോൾ ഈ ആലപ്പുഴയിൽ അർത്തുങ്കൽ ഹാർബറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് എത്രയും വേഗം ആരംഭിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന ആവശ്യപ്പെടുകയാണ് മത്സ്യത്തൊഴിലാളികൾ. അവർ ഒരു നിരാഹാര സമരം നടത്തുന്നുണ്ട്. അത് കണ്ടില്ല എന്ന് നടിച്ചു നടക്കുന്ന അധികൃതരും. സമരം ആരംഭിച്ചപ്പോൾ 80 ദിവസം പിന്നിട്ടുമെങ്കിലും ഹാർബർ എന്ന തൊഴിലാളികളുടെ ആവശ്യം അങ്ങനെ തന്നെ അത് സ്വപ്നമായി തന്നെ തുടരുകയാണ്. അർത്തുങ്കൽ ഹാർബറിനായുള്ള മത്സ്യത്തൊഴിലാളികളുടെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം 80 ദിനങ്ങൾ പിന്നിടുകയാണ്. 3 പതിറ്റാണ്ടായി ഹാർബർ എന്ന ആശയവുമായി ഇവർ കയറിയിറങ്ങാത്ത ഇടങ്ങളില്ല. എന്നാൽ ആവശ്യത്തിന് ഫണ്ടും കേന്ദ്രാനുമതി ഉണ്ടായിട്ടും ഹാർബറിന്റെ നിർമ്മാണം മാത്രം നടക്കുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. ഹാർബറിന്റെ ഓഫീസ് കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയായെങ്കിലും ഹാർബർ മാത്രം സ്വപ്നമായി അവശേഷിക്കുകയാണ്. ഒരു വണ്ടിക്കല്ലെങ്കിലും ഈ പണി തുടങ്ങാതെ സമരത്തിൽ പിന്മാറിയല്ലോ. അതുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു വണ്ടിക്കല്ലെങ്കിലും കൊണ്ടുവന്ന് ഈ ഹാർബറിൻ്റെ പണി തുടങ്ങിയിട്ടേ ഈ സമരത്തിൽ പിന്മാറുള്ളൂ. ഹാർബർ ഇല്ലാത്തത് മൂലം മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന ദുരിതം ചെറുതല്ല. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനയാനങ്ങൾക്ക് സുരക്ഷിതത്വമില്ലാത്തതാണ് മത്സ്യത്തൊഴിലാളികളെ വലയ്ക്കുന്ന പ്രധാന പ്രശ്നം. ഹാർബർ പൂർത്തിയാകാത്തതിനാൽ വള്ളങ്ങൾ കടലിൽ നങ്കൂരമിടുകയാണ് പതിവ്. നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരം 80 ദിവസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. അതിനാൽ തന്നെ ഹാർബറിന്റെ നിർമ്മാണം തുടങ്ങിയതിനു ശേഷം മാത്രം സത്യഗ്രഹ സമരം അവസാനിപ്പിക്കുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് അർത്തുങ്കലിലെ മത്സ്യത്തൊഴിലാളികൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. പശ്ചിമേഷ്യ അശാന്തമായി തുടരുമ്പോഴും നമുക്ക് ആശ്വാസകരമായൊരു വാർത്ത വരുന്നത് ഇറാനിൽ നിന്നും ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം ഡൽഹിയിലെത്തിയിരിക്കുന്നു എന്നാണ്. 110 ഇന്ത്യക്കാരാണ് ആ വിമാനത്തിലുള്ളത്. ഇതിൽ 90 പേരും ജമ്മുകശ്മീർ സ്വദേശികളാണ്. 20 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളവരും. എന്തായാലും തിരിച്ചെത്തിയവരെ സ്വീകരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരടക്കം വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ഇന്ത്യൻ പതാകയേന്തി സർക്കാരിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഉർമിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് വന്നത്. ടെഹ്റാനിൽ നിന്ന് 12 മലയാളി വിദ്യാർത്ഥികൾ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവർ വരും ദിവസങ്ങളിൽ മടങ്ങിയേക്കും എന്നാണ് സൂചന. ടെഹ്റാനിലെ സ്ഥിതി അതീവ ഗുരുതരം എന്നാണ് മടങ്ങിവന്ന വിദ്യാർത്ഥികൾ പറഞ്ഞത്. इंडियन एम्बेसी ने हमारे लिए सब कुछ ऑलरेडी प्रिपेयर्ड रखा था. हमें उतनी प्रॉब्लम नहीं हुई. बस हम थक गए हैं. 3 दिन से सफर कर रहे हैं. सर मैंने बहुत कुछ देखा है वहाँ पे. मिसाइल अटैक्स हमने देखे. वो लाइटनिंग रात को होती थी. वो साउंड हम रात को सुन रहे थे. बस वही और कुछ नहीं. हाँ, ड्रोन देखे, मिसाइल देखे. डर तो था ही क्योंकि मिसाइल जब देखते थे आवाजें होती थी. ये ड्रोन्स देखे तो डर लगता था. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യക്കാരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ടെഹ്റാനിൽ നിന്ന് ക്വാമിലേക്ക് 600 ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചു. ചിലർ സ്വമേധയാ ടെഹ്റാനിൽ നിന്ന് വിവിധ അതിർത്തികളിലേക്ക് പോയിട്ടുണ്ട്. ഇവരെ വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. അതേസമയം സ്ഥിതി ഇനിയും വഷളാവുകയാണെങ്കിൽ ഇസ്രയേലിൽ നിന്ന് 25,000 ഇന്ത്യക്കാരെയെങ്കിലും ഒഴിപ്പിക്കേണ്ടി വരുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക്. ഇസ്രയേൽ വിടാൻ താൽപ്പര്യമുള്ളവർക്ക് അതിർത്തി കിടക്കാനുള്ള സംവിധാനങ്ങൾ സജ്ജമാണെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ അറിയിച്ചിരുന്നു. ഇസ്രയേൽ വിടാൻ താൽപ്പര്യമുള്ളവർ എംബസിയിൽ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യണമെന്നും ജോർദാൻ, ഈജിപ്ത് എന്നിവിടങ്ങളിലേക്ക് ഈ വിസയ്ക്കുള്ള അപേക്ഷ നൽകാൻ ലിങ്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും ഇസ്രയേൽ അധികൃതർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. എന്തായാലും പശ്ചിമേഷ്യയിലെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇറാനും ഇസ്രയേലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അതിരൂക്ഷമായ ആക്രമണം തുടരുക തന്നെയാണ്. ഇറാനിലെ ഫർദോവിലടക്കം ഇസ്രയേൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു. കൃത്യമായ തിരിച്ചടി നൽകുമെന്നും നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും അയത്തുള്ള അൽ ഖമീനി, ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അൽ ഖമീനി പറയുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം ഇടയിൽ അങ്ങേയറ്റം നമുക്ക് ഒരു കൗതുകം തോന്നുന്നത് ട്രംപിൻ്റെ ചില നിലപാടുകളാണ്. അമേരിക്ക ഇനിയും യുദ്ധത്തിലേക്ക് കടക്കുമോ എന്നറിയില്ല. എങ്കിൽ കൂടിയും ചിലപ്പോൾ ഞാൻ കടന്നേക്കും, അല്ലെങ്കിൽ ഞങ്ങൾ കടക്കില്ല എന്ന തരത്തിലുള്ള നിലപാടുകളാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ചെറിയൊരു ഒരു പ്രതീക്ഷയുടെ ഒരു സൂചന നമുക്ക് വരുന്നത് ഇപ്പോൾ വെള്ളിയാഴ്ച നാളെ ജനീവയിൽ വെച്ച് ഐക്യരാഷ്ട്രസഭ കൗൺസിൽ ചേരുന്നുണ്ട്. അതിൽ ഇറാൻ വിഷയം ഇതൊരു സമാധാനത്തിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ട ഒരു വെടിനിർത്തൽ കരാറിലേക്ക് സംബന്ധിച്ച ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ട്. അതിനുമപ്പുറം ഇറാന്റെ പ്രതിനിധിയുമായിട്ട് യൂറോപ്യൻ യൂണിയൻ നേതാക്കളും ജനീവയിൽ ചർച്ച നടത്തുന്നു. നമുക്ക് അതിൽ പ്രതീക്ഷ വയ്ക്കാം. വിപണി വിലയിരുത്തലാണ് ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുന്നു. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. പശ്ചിമേഷ്യ കലുഷിതം തന്നെയാണ്. എങ്ങനെ ഈ എണ്ണവിലയിൽ അടക്കമുള്ള മാറ്റങ്ങൾ നമ്മുടെ വിപണിയിലും ഒപ്പം അന്താരാഷ്ട്ര വിപണിയിലുമൊക്കെ പ്രതിഫലിക്കുന്നു?
ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആഗോള സാഹചര്യങ്ങളും അത്ര തൃപ്തികരമല്ല. ഇന്നലെ US വിപണികളിൽ മാറ്റമില്ലാതെയും സമ്മിശ്രവുമായിട്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. യൂറോപ്യൻ വിപണികളിലും ഇന്നലെ നഷ്ടമായിരുന്നു. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിൽ പലതിലും നഷ്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ വിപണിയിൽ ഉണ്ടാവും. മാത്രമല്ല US FOMC മീറ്റിംഗിന് ശേഷമുള്ള മിനിറ്റ്സ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നിരക്കുകളിൽ മാറ്റമില്ലാതെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പലിശ നിരക്കുകൾ ഈ ഒരു വർഷം അവസാനമാകുമ്പോഴേക്കും 2 തവണ കുറച്ചേക്കും എന്നുള്ളൊരു സൂചന നൽകുമെങ്കിൽ കൂടിയും ഇപ്പോൾ തൽക്കാലം നിരക്ക് കുറയ്ക്കാനുള്ളൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും ആഗോള തലത്തിൽ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ, പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലുള്ള അന്തരീക്ഷങ്ങളെല്ലാം വിപണിയെ സ്വാധീനിച്ചേക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ നിരക്ക് കുറയ്ക്കേണ്ട എന്നുള്ളൊരു തീരുമാനം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനം വിപണിയിൽ ഉണ്ടാവുകയും ചെയ്തു. US വിപണികളിൽ ഇന്നലെ സമ്മിശ്രമായാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇവിടെ ആഭ്യന്തര ഘടകങ്ങൾ തൃപ്തികരമാണെങ്കിൽ കൂടിയും ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള നീക്കം തന്നെയാണ് നമ്മുടെ വിപണിയിൽ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നിക്ഷേപ സ്ഥാപനങ്ങൾ വളരെ അനുകൂലമായി വിപണിയിൽ ഇടപെടുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. എങ്കിലും ചെറുകിട നിക്ഷേപകർ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു നിലപാടെടുത്തുകൊണ്ടാണ് പലപ്പോഴും വിപണിയിൽ ഒരു വിൽപ്പന പ്രകടമായിരിക്കുന്നത്. എങ്കിൽ കൂടിയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരം ഒരു വിൽപ്പന ഒരു നിക്ഷേപ അവസരമായി കണക്കാക്കാവുന്നതാണ്. പ്രത്യേകിച്ചും മുൻനിര ഓഹരികളിൽ പലതിലും വലിയ തോതിലുള്ള ഒരു വിൽപ്പന നടന്നുകൊണ്ട് തന്നെ അത് മികച്ച ഓഹരികൾ തിരഞ്ഞെടുത്ത് നിക്ഷേപിക്കുന്നതിനുള്ള, പ്രത്യേകിച്ചും ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിക്ഷേപിക്കാൻ പറ്റിയ ഒരു അവസരം തന്നെയാണ്. ഇപ്പോൾ എന്തായാലും ഇന്നത്തെ വിപണിയുടെ തുടക്കം നഷ്ടത്തിൽ തന്നെയായിരിക്കും. അത് വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ച് നീക്കവും പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും ദിവസത്തെ 2ാം പകുതി നിർണായകമായിരിക്കും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വിപണിയുടെ നീക്കത്തിൽ നിർണായകമായിരിക്കും. അവർ നിക്ഷേപം തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വീഴ്ചയുടെ പരിധി ഒരു പരിധിവരെ കുറയ്ക്കാനും കഴിയും. സാങ്കേതികമായി 25,000 എന്നുള്ള നിലവാരം തന്നെയാണ് മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം മറികടന്ന വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ. ദിലീപാണ് വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും ചൂരും അടക്കമുള്ള കാര്യങ്ങൾ തത്സമയം ഏറ്റവും പുതിയ വിവരങ്ങൾ ഞങ്ങൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എല്ലാവരും കാത്തിരിക്കുക, സുരക്ഷിതമായിരിക്കുക. നല്ല മഴയാണ്, സുരക്ഷിതമായിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.